നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ അപകടം. സ്വകാര്യ ബസ് കാലിലൂടെ കയറിയിറങ്ങി കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റു. ഒറ്റപ്പിലാവ് സ്വദേശി 61-കാരി നിർമ്മലയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്ത്. പരിക്കേറ്റ വയോധിക തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. രാമായണ മാസപുണ്യത്തിന്റെ ധന്യമുഹൂർത്തങ്ങളിൽ നാട്. വിവിധ ക്ഷേത്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. വാഴാനി തൊട്ടിക്കവളപ്പിൽ രുദ്രമാല വിഷ്ണുമായ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ. രാമായണ പാരായണത്തിനും തുടക്കമായി. ഗിരിജ കുമ്പളങ്ങാടും സംഘവും നേതൃത്വം നൽകി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മഠാധിപതി സുരേഷ് സ്വാമി കാർമ്മികനായി. അന്നദാനവും നടത്തി. കുട്ടനെല്ലൂർ ഹൈവേയിൽ ടയർ പഞ്ചറായി നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ടിപ്പർ ലോറി ഇടിച്ചു കയറി. ടിപ്പർ ലോറി ഡ്രൈവറായ യുവാവിന് പരിക്കേറ്റു. 28-കാരൻ റിവിൻ വർഗീസ് തകർന്ന വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് 1 മണിക്കൂറോളം. യുവാവിനെ പുറത്തെത്തിച്ചത് അഗ്നിരക്ഷാസേന എത്തി നടത്തിയ വലിയ പരിശ്രമത്തിനൊടുവിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സന്താന ഗോപാലമൂർത്തിയുടെ ആവാസഗേഹമായ അത്താണി ആനയടത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയൂട്ട് ചടങ്ങുകൾ ഭക്തിസാന്ദ്രം. 5 ആനകൾ അണിനിരന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തി നിരവധി ഭക്തജനങ്ങൾ വിപുലമായ അന്നദാനവും നടത്തി. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുകയറി. മുള്ളൂർക്കര ആറ്റൂരിലാണ് അപകടം. കാർ യാത്രികരായ തെക്കുംകര മണലിത്ര സ്വദേശികൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. തിരുവില്ലാമല ഐവർ മഠത്തിൽ പോയി മടങ്ങിവരികയായിരുന്ന യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. ഇരിങ്ങാലക്കുട മൂരിയാട് പുല്ലൂർ അമ്പലനടയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറ്റുവെട്ടിൽ വീട്ടിൽ 81-കാരൻ വേലായുധനെയാണ് വീടിനുള്ളിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. CPI പ്രവർത്തകനായിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്കായി രാഗിണി സംഗീത സദസ്സ് സംഘടിപ്പിച്ചു. IFFOC സ്മരണിക പ്രകാശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വള്ളുവനാട് പ്രൊവിൻസ് തൃശൂർ ചാപ്റ്റർ, മനോരീതം ഗ്രൂപ്പ്, സൗണ്ട് ഓഫ് മ്യൂസിക് സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിപാടികൾ ജോസ് പുതുകാടൻ ഉദ്ഘാടനം ചെയ്തു.